അരാൻഹേസ്, രാജകീയതയും പ്രകൃതിയും ഇഴുകിച്ചേർന്നിരിക്കുന്ന ഇടം. താഗസ് നദിയുടെ ശാന്തതയും തോട്ടങ്ങളും രാജകീയ പ്രൗഢിയും സർവോപരി ചരിത്രസമ്പന്നവുമായ ഈ നഗരം 2001 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറി. എല്ലാവർക്കും അരാൻഹേസിലേക്ക് സ്വാഗതം. മദ്രിദിൽ നിന്നും C3 ട്രെയിൻ റൂട്ടിൽ കയറിയാൽ അരാൻഹേസ് എത്താം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ഏകദേശം 5 മിനിറ്റ് നേരം നടക്കാനുണ്ട്. ആ നടപ്പാത വളരെ മനോഹരമാണ്. റോഡിനിരുവശവും കാലങ്ങളായി അരാൻഹേസിൻ്റെ അന്തേവാസികളായ മാമരങ്ങളുണ്ട്. മേപ്പിൾ മരങ്ങളും മൾബറി മരങ്ങളുമാണ് നിറയെ. വഴിയാത്രക്കാർക്ക് കരുതലോടെ തണൽ വിരിച്ച് ഈ മരമുത്തച്ഛന്മാർ താഴത്തും മുകളിലുമുള്ള കാഴ്ചകൾ കണ്ട് വസിക്കുന്നു. അവയിലാകട്ടെ അനേകം കിളികളും അവരുടെ കൊഞ്ചലും. ശരത്കാലങ്ങളിൽ മേപ്പിളിലകൾ ഭൂമിയെ മൂടും. മരങ്ങൾ സമാധിയിലെന്ന പോലെ തുടരും. മാമരങ്ങളെ ചേർന്ന് ജീവിക്കുന്ന കുഞ്ഞിച്ചെടികളും നിറഞ്ഞൊരു പാതയോരം. ഇവയിലൂടെ നടന്നെത്തുന്നത് അരാൻഹേസ് കൊട്ടാരവളപ്പിലാണ്. അവിടെ തൊട്ടടുത്തായി ഒരു കൗണ്ടർ കാണാം. റോഡിൽ കൂടി ഓടുന്ന ചിക്കി ട്രെയിൻ ടിക്കറ്റ് ഇവിടെ ലഭിക്കും. കൊട്ടാര പരിസരവും അരാൻഹേസ് നഗരവും ഇതിലിരുന്ന് ചുറ്റിക്കാണാം. ഇതിലുള്ള യാത്ര വളരെ രസകരമാണ്. ഇവിടെയുള്ള പ്രധാന ആകർഷണങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ ട്രെയിൻ യാത്ര വഴി അറിയാൻ സാധിക്കും. വിശാലമായ അങ്കണത്തിന് നടുവിൽ നിലകൊള്ളുന്ന രാജകീയ നിർമ്മിതി പലസിയോ റയാൽ ദെ അരാൻഹേസ് അഥവാ അരാൻഹേസ് രാജകൊട്ടാരം. 1387 വേനൽക്കാല വസതിയായി നിർമ്മിച്ച ഈ കൊട്ടാരം 1537 ഫിലിപ്പ് രണ്ടാമൻ്റെ ഉത്തരവ് പ്രകാരം കൂടുതൽ വലുതാക്കുകയായിരുന്നു. വെള്ളക്കട്ടകളും ചുടുകട്ടയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരം ഒരു ക്ലാസിക് അനുഭൂതിയാണ് കാണികൾക്ക് നൽകുന്നത്. എല്ലാവർക്കും സന്ദർശിക്കാവുന്ന 113.2 ഹെക്ടർ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതും താഹോ, ഹരാമ നദികൾ സംഗമിക്കുന്ന ഫലപുഷ്ടമായ സമതലത്തിൽ നിലകൊള്ളുന്ന അരാൻഹേസ് രാജകൊട്ടാരം സ്പാനിഷ് രാജകുടുംബ വസതിയായിരുന്നു ഒരു കാലത്ത്. കൊട്ടാര സന്ദർശന നിരക്ക് 9 യൂറോയാണ്. ഇതിൽ മൂസിയോ ദെ ഫലുവാസ് റയാലേസും സന്ദർശിക്കാൻ കഴിയും. കൊട്ടാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഉദ്യാനം മേപ്പിൾ മരങ്ങളും പുൽത്തകിടികളും നദിയും പൂച്ചെടികളും ആരെയും കൂസാത്ത വാത്തകളും മയിലുകളും രാജനിവാസികൾ. വസന്തത്തിൽ ഈ തോട്ടത്തിന് ഭംഗിയേറെയാണ്. ചെടികൾ പൂക്കളാൽ മറയും. മേപ്പിൾ മരങ്ങളിൽ കുഞ്ഞിലകൾ ചെറുചിരിയായി നിറയും. എല്ലാ വൃക്ഷങ്ങളും ഭൂമിയെ പുഷ്പവൃഷ്ടി കൊണ്ട് മൂടും. വാത്തകൾ നദിക്ക് ഭംഗി കൂട്ടും. അവയുടെ നോട്ടവും ചെറുതർക്കങ്ങളും കാണാൻ നല്ല രസമാണ്. കാഴ്ചക്കാർ നൽകുന്ന ഭക്ഷണ സാമഗ്രികൾ കഴിക്കാൻ ഇവർക്കേറെ ഇഷ്ടമാണ്. ആ കാഴ്ച കാണാൻ ഞങ്ങൾക്കും. കൊട്ടാരത്തിൻ്റെ ഉദ്യാനങ്ങൾ അതിമനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. വ്യത്യസ്ത തരം മാതൃകകളിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെ കൃത്യമായി പരിപാലിക്കുന്നതിലും ഇവിടത്തുകാർ അഗ്രഗണ്യരാണ്. നഗരവാസികളും ഇവിടം കാത്തുസൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. പച്ചപ്പിൻ്റെ ഈ മേച്ചിൽപ്പുറങ്ങളിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ചെന്ന് നിന്നത് ഒരു കിളിക്കൂടിന് മുന്നിലാണ്. വലിയ ഒരു കൂട്ടിൽ കുഞ്ഞി കിളികൾ കലപില കൂടുന്നു. വരുന്ന വഴികളിലൊക്കെ ചരിത്രപ്രധാനമായ ഒരുപാട് ശില്പങ്ങൾ കാണാം. അവയിലൂടെ നൂറ്റാണ്ടുകളുടെ യാത്ര നമുക്ക് കാണാം. ഓരോ ചരിത്ര സ്മാരകങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. അവയുടെ മുന്നിൽ ഇന്നിങ്ങനെ നിൽക്കുമ്പോൾ പുസ്തകങ്ങളിൽ മാത്രം കണ്ടൊരു ലോകം അതിനു മുന്നിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളും ആ ചരിത്ര നിമിഷങ്ങളുടെ ഭാഗമായതുപോലെ. ഹാർദീൻ ദെ ഇസ്ലാസ് അല്ലെങ്കിൽ പൂന്തോട്ടത്തിൻ്റെ ദ്വീപിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇതിൻ്റെ ഒരു ഭാഗത്തായി കൂന പോലുള്ള നിർമ്മിതികൾ കാണാം. ഇതാണ് ചിമിനയ ദെൽ അഗ്വ, വെള്ളത്തിൻ്റെ ചിമ്മിനി. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഹൈഡ്രോളിക് ബാലൻസ് ചിമ്മിനിയുടെ പ്രഥമ ഉദ്ദേശം ഓന്തിഗോള കടലിൽ നിന്നും റിസർവോയർ വഴി ഈ പൂന്തോട്ടത്തിലെ ഫൗണ്ടനുകളിലേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പിൽ ഏതെങ്കിലും കാരണവശാൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാൽ ഉടലെടുക്കുന്ന പ്രഷർ വേവ്സിനെ തടയുക എന്നതാണ്. കൗതുകമുണർത്തുന്ന നിർമ്മിതിയാണിവ. ഇവയ്ക്കടുത്തു തന്നെ മനോഹരമായ മറ്റൊരു കാഴ്ച കാണാം. രാജവീഥിയിൽ കൂടി തലയെടുപ്പോടെ നടക്കുന്ന മയിലുകൾ. ഇടയ്ക്കിടെ ഇവയുടെ കാഹളം വിളിയും കേൾക്കാം. അതുപോലെ ഇവരുടെ നൃത്തവും കാണാം. ക്യാമറയ്ക്ക് മുന്നിൽ ഇവർ നന്നായി പോസ് ചെയ്ത് നിന്നു തരും. ഒരേ ഒരു നിബന്ധന മാത്രം, കൂടുതൽ അടുത്തേക്ക് ചെന്ന് ഇവരെ ഭയപ്പെടുത്തരുത്. അങ്ങനെ നല്ലൊരു നൃത്തവും ഉദ്യാനവളപ്പിലെ അതിസുന്ദരമായ ശില്പങ്ങളും ഫൗണ്ടനുകളും കണ്ട് ഞങ്ങൾ നടന്നു.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കോഫി ഞങ്ങൾക്ക് പതിവുള്ളതാണ്. കൊട്ടാരത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന അരാൻഹുയ്സ് നഗരത്തിൽ ഒരുപാട് ഭക്ഷണശാലകളും കോഫിക്കടകളും ബേക്കറികളും ഒക്കെയുണ്ട്. ചെറിയ റോഡുകളുടെ ഇരുവശങ്ങളിലും ഒരുപാട് കെട്ടിടങ്ങളും മരങ്ങളും കടകളുമൊക്കെയാണ്. ഇതൊരു പഴയ നഗരമായതിനാൽ തന്നെ കെട്ടിടങ്ങൾക്കും അധികം പ്രായമുണ്ട്. ഇവിടത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കോഫിക്കടയിലെത്തി. ചില്ലുകൂട്ടിൽ കേക്കുകളും മധുരപലഹാരങ്ങളും നിറഞ്ഞിരിപ്പുണ്ട്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അനുഭവങ്ങളും പങ്കുവെച്ച് ഇടയ്ക്ക് കോഫിയും നുകർന്ന് സമയം ചിലവഴിക്കുകയാണ് ഇവിടെയുള്ളവർ. അതൊരു രസമുള്ള അനുഭവമാണ്. ഞങ്ങളും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. സാൻ അന്തോണിയോ പള്ളിക്ക് സമീപമുള്ള ഈ മനോഹര ഫൗണ്ടനാണ് ഫോന്തെ ദെ ലാ മരിബ്ലാങ്ക. പള്ളിക്കടുത്തുള്ള ഈ മൈതാനത്തിൽ വൈകുന്നേരമാകുമ്പോൾ തിരക്കേറും. നഗരവാസികൾ നടക്കാനും സമയം ചിലവിടാനൊക്കെയായി ഇവിടേക്ക് വരും. ഇതിനടുത്തായി മറ്റൊരു ചെറിയ ഉദ്യാനമുണ്ട്, ഹാർദീൻ ദെ ഇസബൽ ദോസ്. സ്പെയിനിൻ്റെ രാജ്ഞിയായ ഇസബൽ രണ്ടാമയുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ച പൂന്തോട്ടമാണിത്. കുട്ടിയായിരുന്നപ്പോഴുള്ള ഇസബൽ രാജ്ഞിയുടെ ഒരു പ്രതിമയും ഇവിടെയുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യാനത്തിലേക്കാണ് പോയത്, ഹാർദീൻ ദെൽ പ്രിൻസിപ്പെ. അരാൻഹുയ്സ് കൊട്ടാരത്തിൻ്റെ വടക്കുകിഴക്കായി 150 ഹെക്ടർ വിസ്തൃതിയിൽ വിരാജിക്കുന്ന ഈ പൂന്തോട്ടം സസ്യസമ്പത്താൽ സമ്പുഷ്ടമാണ്. മാത്രമല്ല, ഇവിടെ കാണുന്ന പ്രാചീന ശില്പങ്ങളും ഫൗണ്ടനുകളും കലയുടെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമന്വയമാണ്. ഇവിടെയുള്ള പഴത്തോട്ടങ്ങൾ എല്ലാവരുടെയും ആകർഷണ കേന്ദ്രമാണ്. പേർ, ആപ്പിൾ, പീച്ച്, മാതളം, മുന്തിരി എന്നിവയാണ് പ്രധാനികൾ. വസന്തത്തിൽ ഇവർ പൂക്കൾ കൊണ്ട് ഉദ്യാനം അലങ്കരിക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഇവയിലൊക്കെയും ഫലങ്ങളാകും. ആരെയും കൊതിപ്പിക്കും വിധം നിറയെ പാകമായ പഴങ്ങൾ. പച്ചപ്പ് വിരിഞ്ഞു നിൽക്കുന്ന ഉദ്യാനപാതയിൽ കൂടി ഞങ്ങൾ നടന്നു. മരങ്ങൾ വട്ടം കൂടി നിൽക്കുന്ന വീഥിയുടെ നടുവിലായി നിർമ്മിച്ചിരിക്കുന്ന പുരാതന ഫൗണ്ടൻ. പ്രാചീന ശാസ്ത്ര കരവിരുതിൽ ജലം അതിൻ്റെ പ്രദർശനം തുടർന്നു. ഉയർന്നും താഴ്ന്നും താളം ചവിട്ടി കണ്ണുകൾക്ക് കുളിർമയായി. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും നടന്നു. കുറച്ചു മാറി മറ്റൊരു ഫൗണ്ടനുണ്ട്, വേലികൾ കാവൽക്കാരായ ചെറുകുളത്തിൽ നിൽക്കുന്ന ഫൗണ്ടൻ. കുളത്തിന് നടുവിലായി 2 മണ്ഡപങ്ങൾ. വാത്തകളുടെയും താറാവുകളുടെയും വിഹാര ഇടമാണിത്. അവർക്ക് വേണ്ടിയുള്ള നിർമ്മിതിയാണെന്നുള്ള മട്ടാണ്. ഇതിനു ചുറ്റിനും മരങ്ങളും ചെടികളും പാർക്കുന്നു. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കാണാം. ഇവിടത്തെ ഏറ്റവും ഉയരമുള്ള പ്രദേശം. അതിനു മുകളിൽ പണികഴിപ്പിച്ചിട്ടുള്ള മണ്ഡപത്തിൽ നിന്നാൽ പൂന്തോട്ടം മൊത്തത്തിൽ കാണാം. അവിടെ നിന്നിറങ്ങി പുറത്തേക്കുള്ള പാടങ്ങൾ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. കൊട്ടാരത്തിൽ നിന്നും ഒരു പാലം കടന്നാൽ പുറത്തിറങ്ങാം. പാലത്തിനു താഴെ സമാധാനത്തോടെ ഒഴുകുന്ന പുഴയും അതിൻ്റെ മാറിൽ നീന്തി തുടിക്കുന്ന താറാക്കൂട്ടവും വാത്തകളും രസകരമായ കാഴ്ചയാണ്. പുറത്തിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ കൃഷിത്തോട്ടങ്ങൾ കാണാം. കോളിഫ്ലവറും ക്യാബേജുമൊക്കെയുള്ള തോട്ടങ്ങൾ. പ്രകൃതിയുടെ നിറച്ചാർത്താൽ അനുഗ്രഹീതമായ നഗരമാണ് അരാൻഹുയ്സ്. ഇവിടുത്തെ ശാന്തതയിലും പ്രകൃതി ദൃശ്യങ്ങളിലും മുഴുകി ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. മേപ്പിൾ മരങ്ങൾ ഇരുവശവും നിറഞ്ഞ വഴി, അതിനപ്പുറമായി പാടങ്ങൾ, നടപ്പാതയിലാകമാനം പരവതാനി വിരിച്ചതുപോലെ പച്ചപ്പുല്ലുകൾ. യാത്രയിടയിൽ കണ്ട ഒരു ഭക്ഷണശാലയിൽ ഞങ്ങൾ കയറി. സ്പാനിഷ് രുചികൾ ഞങ്ങൾക്ക് മുന്നിൽ നിരന്നു. വളരെ കുറച്ച് ചേരുവകൾ നിറയുന്ന രുചികരമായ ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ ഇവ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ആ രുചി സൃഷ്ടിക്കാൻ അത്ര എളുപ്പമല്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. ആ സമയം അരാൻഹുയ്സ് നഗരം മറ്റൊരു ഭംഗിയിൽ നിറഞ്ഞു. അവിടെ അങ്ങനെ നിൽക്കണമെന്നുണ്ട്, പക്ഷേ പോയല്ലേ പറ്റൂ. ഞങ്ങൾ തിരിച്ച് ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടന്നു, അടുത്ത വാരാന്ത്യവും കാത്ത്.